നമസ്കാരം. ഭജന ഗ്രൂപ്പുകൾ മത്സരബുദ്ധിയോടുകൂടി പലതരം കാട്ടിക്കൂട്ടലുകൾ നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുമ്പോൾ അത് എത്രത്തോളം നമ്മളിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു, നമ്മുടെ സംസ്കാരത്തെ അത് എത്രത്തോളം മുറിപ്പെടുത്തുന്നു, വിശ്വാസികളെ അത് എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നു എന്നതിനെ പറ്റിയൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് താഴെ നിരവധി പേരാണ് ഒരു അഭ്യർത്ഥനയുമായി എത്തിയത്. കൈകൊട്ടിക്കളിയെപ്പറ്റി കൂടി ശീതൾ ഒരു വീഡിയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ധാരാളം കമൻറ്റുകൾ അതിന് താഴെ വന്നിട്ടുണ്ട്. കൈകൊട്ടിക്കളി അഥവാ തിരുവാതിരക്കളി എന്ന്, എപ്പോൾ, എങ്ങനെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്, എന്തിനു വേണ്ടിയാണ് ആ നൃത്തം ചെയ്തുകൊണ്ടിരുന്നത് എന്നതിനെ പറ്റിയൊന്നും ധാരണ പലർക്കുമില്ല. ഇന്നിപ്പോൾ ക്ഷേത്ര പരിസരത്തും അല്ലാതെ പല ഉത്സവങ്ങളും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ പല ഗ്രൂപ്പുകൾ വന്ന് മത്സരിച്ച് കൈകൊട്ടിക്കളി നടത്തുന്നത് കണ്ടിട്ടുണ്ട്. അതിലും പലതരം കാട്ടിക്കൂട്ടലുകൾ കലർന്നു കഴിഞ്ഞു. ഒരു ഓളമുള്ള പാട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടിച്ചുപൊളി പാട്ട്, അല്ലെങ്കിൽ ഒരു സിനിമാ പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ട് ഒരു ഓളത്തിനങ്ങ് നൃത്തം ചെയ്യുകയാണ്. കൈയും കാലും ഉയർത്തി മൊത്തത്തിൽ ആടി ഉലഞ്ഞ് ചാടി ചാടി അങ്ങ് ഡാൻസ് കളിക്കുകയാണ്. ആ ഒരു നൃത്തത്തെ കൈകൊട്ടിക്കളി എന്ന് വിശേഷിപ്പിക്കുകയാണ്. ഈ ഒരു സംഭവം കൂടുതലും ക്ഷേത്ര പരിസരങ്ങളിലാണ് കാണുന്നത്. ഇന്നിപ്പോൾ മത്സരമാണ്, പല ഗ്രൂപ്പുകൾ വന്നിട്ട് മത്സരിക്കുകയാണ്. ഈ മത്സരബുദ്ധി കൂടുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പരീക്ഷണങ്ങൾ കൂടും. അപ്പോൾ പിന്നെ ഒരുപാട് പരിഷ്കാരങ്ങളും വരും. അതിൽ പലതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് തന്നെയാണ്. ഇന്നിപ്പോൾ ചിലയിടങ്ങളിൽ പുരുഷന്മാർ പോലും കൈകൊട്ടിക്കളിയിൽ അംഗങ്ങളാകുന്ന കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ തിരുവാതിരക്കളി അല്ലെങ്കിൽ കൈകൊട്ടിക്കളി എന്നൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ സ്ത്രീകളുടെ പരമ്പരാഗതമായ ഒരു സംഘനൃത്തമാണ് കൈകൊട്ടിക്കളി അഥവാ തിരുവാതിരക്കളി എന്ന് പറയുന്നത്. അത് ഓണം നാള് അല്ലെങ്കിൽ ധനുമാസത്തിലെ തിരുവാതിര നാളിലൊക്കെ ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിനു ചുറ്റും സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് ആടിപ്പാടുന്ന ഒരു നൃത്തരൂപം. ഐശ്വര്യത്തിനും ദാമ്പത്യ സുഖത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ് കൈകൊട്ടിക്കളി അല്ലെങ്കിൽ തിരുവാതിരക്കളിയൊക്കെ അവതരിപ്പിച്ചു പോന്നത്. ശിവപാർവതിമാരെ സ്തുതിച്ചുകൊണ്ട് ദീർഘമാംഗല്യത്തിന് വേണ്ടി സ്ത്രീകൾ വ്രതാനുഷ്ഠാനത്തോടുകൂടി നടത്തിയിരുന്ന ഒരു കലാരൂപമാണ് തിരുവാതിരക്കളി അഥവാ കൈകൊട്ടിക്കളി. അപ്പോൾ ഇതിൻ്റെ അവതരണം എങ്ങനെയാണ് എന്ന് വെച്ചാൽ 8-10 പേരടങ്ങുന്ന ഒരു സംഘം, നേരത്തെ പറഞ്ഞതുപോലെ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിന് വട്ടത്തിൽ നിൽക്കും. ഘടികാര ദിശയിലും വിപരീത ദിശയിലും അവരൊരു പ്രത്യേക ഈണത്തിലും താളത്തിലും ചുവടുകൾ വെച്ചുകൊണ്ട് കൈകൊട്ടിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. വലിയ ശരീരമനങ്ങിയുള്ള നൃത്ത ചുവടുകളൊന്നും അതിലില്ല എന്ന് നമുക്ക് കാണാം. കുമ്മിയടി പോലെയുള്ള ചില സംഗതികളൊക്കെ ഉണ്ട്. ചാടിയിരുന്നും കൈകൊട്ടി അടിച്ചുമൊക്കെയുള്ള കുമ്മിയടി നമ്മളത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ കുമ്മിയടിയുടെയൊക്കെ അതിഭീകരമായിട്ടുള്ള വേർഷനുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോഴത്തെ കുട്ടികളാണ് കേട്ടോ, പരമാവധി കൊച്ചു കുട്ടികളൊക്കെയാണ് ഇതിപ്പോൾ അവതരിപ്പിക്കുന്നത്. തിരുവാതിരക്കളി സ്ത്രീകൾക്ക് വേണ്ടി, വിവാഹിതരായ സ്ത്രീകളാണിത് ചെയ്തുകൊണ്ടിരുന്നത്. പറഞ്ഞല്ലോ, കൂടുതൽ നാള് നമുക്ക് ദാമ്പത്യ സുഖത്തോടു കൂടി ആ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട്, ശിവപാർവതിമാരെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ആഘോഷവേളകളെ കളറാക്കാൻ വേണ്ടിയുള്ള ഒരു നൃത്തരൂപമായിട്ട്, അല്ലെങ്കിൽ എന്തോ ഒരു പ്രഹസനവും പ്രകടനവും കാട്ടിക്കൂട്ടലും കാലുപൊക്കിച്ചാട്ടവും ഒക്കെ ആയിട്ട് കൈകൊട്ടിക്കളി മാറുന്നുണ്ട്. കൈ കൊട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ കാലുപൊക്കിയാണ് ചാടുന്നത് എന്നും പറയാതെ വയ്യ. സാധാരണയായിട്ട് തിരുവാതിര പാട്ടുകളായിട്ട് ഉപയോഗിച്ചു വരുന്നത്, അല്ലെങ്കിൽ കൈകൊട്ടിക്കളി പാട്ടായിട്ട് ഉപയോഗിച്ചു വരുന്നത് ഗണപതിയെയോ ഒക്കെ സ്തുതിച്ചുകൊണ്ടുള്ള, ഗണപതിയെ അല്ലെങ്കിൽ ദേവിയെയൊക്കെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ്, അല്ലെങ്കിൽ പുരാണ കഥകൾ, ഇതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള തിരുവാതിര പാട്ടുകൾ, ഇതിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് ഇത് കളിച്ചു വന്നിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ എല്ലായിടത്തും സിനിമാ പാട്ടുകൾക്കാണ്, അതും ഓളമുള്ള അടിച്ചുപൊളി പാട്ടുകൾക്കാണ് ഇവർ ചുവട് വയ്ക്കുന്നത്. വളരെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇപ്പോൾ ഇത് കളിക്കുന്നത്. പക്ഷേ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഡ്രസ്സിങ്? നമ്മുടെ തനതായ മുണ്ടും നേരിയതുമൊക്കെ ഉടുത്ത്, അല്ലേ, സെറ്റും മുണ്ടും അല്ലെങ്കിൽ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ആ കുറഞ്ഞ കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇത് കളിച്ചുകൊണ്ടിരുന്നത്. സാരി ഉടുത്തിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ മുട്ടിനൊപ്പം നിൽക്കുന്ന ഒരു പാവാടയൊക്കെ ഇട്ടിട്ട് മാക്സിമം കറങ്ങുമ്പോൾ പാവാട വിരിഞ്ഞ് കറങ്ങണം, എല്ലാവരും കൂടെ ഒന്നിച്ച് കറങ്ങുമ്പോൾ ഒരു ദൃശ്യഭംഗിയൊക്കെ വേണം. ദൃശ്യഭംഗി, ശ്രവണഭംഗി, അല്ലേ, ഒരു ഓളം, കൈയടിക്കണം, ആളുകൾ തുള്ളിച്ചാടണം, കൈകൊട്ടിക്കളി
കാണുമ്പോൾ ആ ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് നമ്മളൊരു വിഷയമാക്കുന്നത്, ഇതിനെയൊക്കെ വിമർശിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടും ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. അതിനെയൊക്കെ പരിഷ്കരിക്കുമ്പോൾ ഏതുവരെ ആകാം എന്നൊന്ന് ചിന്തിക്കണം. അതിനുള്ള ഒരു മിനിമം ബോധം ഈ പരിഷ്കരിക്കുന്ന പുതിയ പരിഷ്കാരികൾക്കുണ്ടാവണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓണക്കാലത്തും ധനുമാസത്തിലെ തിരുവാതിര നാളിലുമൊക്കെയാണ് കൈകൊട്ടിക്കളി അല്ലെങ്കിൽ തിരുവാതിരക്കളിയൊക്കെ നടത്തി വന്നത്. ഇന്നിപ്പോൾ തോന്നുമ്പോൾ കല്യാണ വീടുകളിൽ അത് ആഘോഷമാക്കാൻ വരെ കൈകൊട്ടിക്കളി നടത്താറുണ്ട്. പണ്ട് കാലങ്ങളിൽ സവർണ ഹൈന്ദവർക്കിടയിൽ മാത്രം നിലനിന്നിരുന്ന ഒരു കലാരൂപമായിരുന്നു ഇത്. ഇന്നിപ്പോൾ ജാതി മത ആ വേലിക്കെട്ടുകളൊക്കെ തകർത്തുകൊണ്ട് എല്ലാവർക്കും അത് കളിക്കാം എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതിനെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും ചെയ്താൽ വളരെ നന്നായിരിക്കും. നമ്മുടെ തനത് കലകൾ എന്ന് നമ്മൾ എന്തിനാണ് വിശേഷിപ്പിക്കുന്നത്? ഒരു തനിമയുണ്ടല്ലേ, പഴമയ്ക്ക് പ്രത്യേകിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു തനിമയുണ്ട്. അതിനെ നശിപ്പിക്കാതെ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ, അതിൻ്റെ ജീവൻ അങ്ങനെ നിലനിർത്തുമ്പോൾ, അത് നമ്മുടെ സംസ്കാരത്തോട് കൂടുതൽ ഇഴുകിച്ചേർന്ന് നിൽക്കുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയുള്ളതാവും. മറ്റുള്ളവർക്ക് അത് ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ ഇത്രയും മെസ്സേജുകൾ എനിക്ക് വരണമെങ്കിൽ, ഇത്രയും കമൻറ്റുകൾ എനിക്ക് വരണമെങ്കിൽ എത്രയോ പേർക്ക് ഇത് അസ്വസ്ഥതയുണ്ടാക്കുന്നു. കാണുമ്പോൾ അവതരിപ്പിക്കുന്നവർ ചിന്തിക്കുന്നത് മറ്റെല്ലാവരും അത് ആസ്വദിക്കുകയാണ്. ഓരോരുത്തർ നോട്ടുമാലയൊക്കെ കൊണ്ടിടുന്നുണ്ട്. ഈ കരകാട്ടമൊക്കെ പോലെ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ലെവലിലേക്ക് കൈകൊട്ടിക്കളി മാറുകയാണ്. അങ്ങനെയുള്ള ഒരു സംഭവമല്ല. വസ്ത്രധാരണത്തിലാണെങ്കിലും തിരഞ്ഞെടുക്കുന്ന പാട്ടുകളിലാണെങ്കിലും ഏത് അവസരത്തിൽ നിങ്ങളത് അവതരിപ്പിക്കുന്നു എന്നതിലും പിന്നെ നൃത്ത ചുവടുകളിലുമൊക്കെ വലിയ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. ഓരോ ദിവസം കഴിയും തോറും ഡിസ്കോ ഡാൻസുകളേക്കാൾ വലിയ രീതിയിലുള്ള മോശമായിട്ടുള്ള പ്രകടനമായിട്ട് മാറുകയാണ് കൈകൊട്ടിക്കളി. ഇതൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിനെ അല്ലെങ്കിൽ കൈകൊട്ടിക്കളിക്കാരെ മുഴുവൻ മോശമാക്കാൻ വേണ്ടി സംസാരിക്കുന്നതല്ല. നിങ്ങൾ കുറച്ചുകൂടി ചിന്തിക്കണം. എന്തിനെയാണ് നമ്മൾ എടുത്ത് പെരുമാറുന്നത്? ഇത് അവതരിപ്പിക്കുന്നവർക്ക് കൂടുതൽ ഇതിൻ്റെ ഒന്നും ചരിത്രം അറിയില്ല. എല്ലാ വിഷയത്തിലും ഞാൻ പറയുന്നത് പോലെ തന്നെ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന കാര്യമാണ്. അതിനെയാണ് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്, നമ്മളെടുത്ത് കാട്ടിക്കൂട്ടുന്നത് എന്ന് പലർക്കും അറിയില്ല. അവരെന്തോ പുതിയൊരു നൃത്തരൂപം അവർ തന്നെ അങ്ങ് ആവിഷ്കരിച്ചു, അതിനെ എടുത്തിട്ട് അവർ പെരുമാറുന്നു എന്നുള്ളൊരു ചിന്തയാണ്. അല്ല, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു നേരവും കാലവുമുണ്ട്. ഈ എല്ലാ കാര്യങ്ങൾക്കുമുള്ള നേരവും കാലവും നമുക്ക് കൈമോശം വന്നതോടുകൂടി ലോകം ഈ ഒരു അവസ്ഥയിലെത്തി, അല്ലെങ്കിൽ കേരളം, നമ്മുടെ സമൂഹം ഇന്ന് കാണുന്ന ഒരു ദയനീയ സ്ഥിതിയിലെത്തി. അതുകൊണ്ട് നേരത്തിനും കാലത്തിനും പ്രാധാന്യം കൊടുക്കണം. പിന്നെ ഈ മുഖമിട്ടുകൊണ്ടുള്ള എക്സ്പ്രഷനുകൾ, ചില ഡാൻസ് രൂപങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ഡപ്പാങ്കൂത്തൊക്കെ കളിക്കുമ്പോൾ ചില പ്രത്യേക വിധത്തിൽ പല്ല് കടിച്ച്, നാക്കിൽ കടിച്ച്, ചുണ്ടൊരു വശത്തോട്ടാക്കി, അല്ലെ നാക്കിനെ പുറത്തേക്ക് നീട്ടി, ഇങ്ങനെയൊക്കെയുള്ള ചേഷ്ടകളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊന്നും ഈ കൈകൊട്ടിക്കളിയിലുള്ളതല്ല. അത് വളരെ അസ്വസ്ഥതയാണ്, വളരെ അരോചകമാണ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ദയവ് ചെയ്ത് കാണിക്കരുത്. മുഖം കൊണ്ടുള്ള ഗോഷ്ഠികളൊന്നും തിരുവാതിരക്കളിയിൽ, കൈകൊട്ടിക്കളിയിൽ ഒരു റോളും ഇല്ലാത്തതാണ്. ഈ നിലവിളക്ക് കത്തിച്ച് വെച്ച് അതിന് ചുറ്റും ഈ കാട്ടിക്കൂട്ടൽ നടത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ഡാൻസ്, ഒരു നൃത്തരൂപം അല്ലെങ്കിൽ ഒരു നൃത്തം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവതരിപ്പിക്കാം എവിടെയാണെങ്കിലും. പക്ഷെ കൈകൊട്ടിക്കളി എന്നുള്ള പേരിൽ അവതരിപ്പിക്കുമ്പോൾ അതിനോട് ഒരു കുറഞ്ഞ നീതിയെങ്കിലും പുലർത്തുക എന്നുള്ളത് വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അതൊരാവശ്യമായിട്ട് ആരെങ്കിലും ഉന്നയിച്ചാൽ അവരോട് മുഖം തിരിക്കാതെ, മുഖം കറുപ്പിക്കാതെ, അവർക്കൊന്നും ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ച് പഴിചാരാതെ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ വരുത്തണോ, മാറ്റം വരുത്തേണ്ടതല്ലേ എന്ന് സ്വയം ചിന്തിക്കണം. ഇപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ഗ്രൂപ്പിൽ 10 പേരുണ്ടെങ്കിൽ അവരെല്ലാവരെയും ഇത് പഠിപ്പിച്ചെടുക്കുന്നതിലും അത് പരിശീലിക്കുന്നതിലും അതിൻ്റെ ഡ്രസ്സിങ്ങിലും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും. പക്ഷേ ഇത് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്, ഇതിങ്ങനെയല്ല എന്ന ഒരു ബോധം നിങ്ങൾക്ക് വേണം എന്ന് മാത്രമാണ് പറഞ്ഞത്, ആരെയും വേദനിപ്പിക്കാനല്ല. ഞാൻ ഒരുപാട് ഇങ്ങനെയുള്ള കൈകൊട്ടിക്കളി പ്രകടനങ്ങളൊക്കെ കണ്ടിരുന്നു. അതിലൊക്കെ തീരെ ചെറിയ കുട്ടികൾ ഓരോ ഗോഷ്ഠികൾ കാണിക്കുന്നതും ശരീരഭാഗങ്ങളിട്ട് കുലുക്കുന്നതും ആട്ടുന്നതും ഒക്കെ കണ്ടു. കൈകൊട്ടിക്കളി എന്നാണ് ഇതിന് ഒരു പേരിട്ടിരിക്കുന്നത് എന്നത് മാത്രമാണ് നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്നത്. ദയവ് ചെയ്ത് ഇതൊരു അപേക്ഷയായിട്ട് കണക്കാക്കി ഓരോ ഗ്രൂപ്പുകളും, ഇപ്പോൾ വളരെ പ്രശസ്തരായിട്ടുള്ള കൈകൊട്ടിക്കളി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, വളരെ ഡിമാൻഡുള്ള ഗ്രൂപ്പുകളുണ്ട്, അവരൊക്കെ ഒന്ന് ചിന്തിക്കണം.
നിങ്ങളെ കൊണ്ടേ മാറ്റം വരുത്താൻ പറ്റുകയുള്ളൂ. മാറ്റണം, അല്ലെങ്കിൽ ഇതിൽ നിന്നും മോശമാകുകയുള്ളൂ ഭാവിയിൽ. ഇതിൽ നിന്നും നല്ലതാക്കാൻ ആരും ഇനി ശ്രമിക്കില്ല. അതുകൊണ്ട് നല്ലതിൽ നിന്ന് നല്ലത് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നല്ലതിനെ നല്ലതായിട്ട് നിലനിർത്താൻ ശ്രമിക്കുക. നല്ലതിനെ മോശമാക്കരുത്.